കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും അവൻ്റെ വാത്സല്യവും അവൻ്റെ കൃപയും വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും അവൻ്റെ കൃപയും സമാധാനം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഒരു വചനം, അതായത് കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, കർത്താവിൻ്റെ കൃപയുടെ സാന്നിധ്യത്തിൽ വസിക്കുന്ന കർത്താവ് നൽകുന്ന ഉറപ്പിലും കർത്താവ് നൽകുന്ന ആ പ്രത്യേകതരം കവചത്തിൽ നിന്നുകൊണ്ട് അവർ പറയുന്ന ഒരു വാക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കെന്ത് ഭയം, നമുക്കെന്ത് ഭയം, നമുക്കെന്ത് ഭയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയസ്പർശിയായിട്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്നുള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള ശക്തിയാൽ, ആ കൃപയാൽ, ആ ബലത്താൽ, ആ ശക്തിയാൽ, ആ ബലത്താൽ, ആ ഹൃദയസ്പർശിയായിട്ട് നമ്മളെന്തെങ്കിലും ഒന്ന് പറയുന്ന പോലല്ല, ഹൃദയസ്പർശിയായിട്ട് സംസാരിക്കുവാൻ, ആത്മാർത്ഥതയോടും ശക്തിയോടും കൂടെ നമുക്ക് പറയാൻ സാധിക്കുമോ? നമുക്കെന്ത് ഭയം, നമുക്കെന്താണ് ഭയം? നമുക്കൊരു ഭയമില്ല. നിർഭയമായിട്ട് വസിക്കുവാനുള്ളതായ സോഴ്സും അതിൻ്റെതായ സോഴ്സും അതിൻ്റെതായ ആധിപത്യവും അതിൻ്റെതായ മൂലധനവും ശക്തിയും സംഭരിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ് നമുക്കെന്ത് ഭയം. ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് കഴിയുമോ? ഞാനൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒരു വ്യക്തിയെ പരിഗണിക്കുന്നത്, ഈ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വ്യക്തി യെരിഹോ മതിൽ വസിക്കുന്ന ഒരു സ്ത്രീയാണ്. യെരിഹോ മതിലിൽ വസിക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ അതാണ് രാഹബ്. രാഹബ് എന്ന് പറയുന്ന ഒരു വേശ്യ എന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ഈ രാഹബ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വൈഡ്, സ്പേഷ്യസ്, വിശാലമായത്, വലുതാകുന്ന അല്ലെങ്കിൽ തുറന്നു കൊടുക്കുക എന്നൊക്കെയാണ് രാഹബ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ രാഹബ് ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ, ശമൂവേലിൻ്റെ പുസ്തകമല്ല, ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം. ജോഷുവ 2 ദൂതന്മാരെ അയക്കുന്നുണ്ട്. അതായത് അവർ കൈവശമാക്കുവാൻ പോകുന്ന കനാൻ ദേശം എങ്ങനെയുള്ള പ്രദേശമാണെന്ന് കാണാൻ വേണ്ടി അയക്കുന്ന രണ്ട് വ്യക്തികളൊക്കെ ഉണ്ട്. ആ 2 വ്യക്തികൾ എന്താണ് ബൈബിളിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ആ ബൈബിളിൽ ആ വ്യക്തികൾ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ 2 വ്യക്തികൾ, ഒരാൾ കാലേബും ഒരാൾ ഫിനോഹാസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഫിനോഹാസ് എന്ന് പറഞ്ഞ വ്യക്തി അയാൾ മഹാപുരോഹിതനാണ്. ഈ ഫിനോഹാസും ഹസോഫിക്കും എന്ന് പറഞ്ഞ രണ്ട് പുരോഹിതന്മാരെ നമുക്കറിയാം. ഏലിയുടെ 2 പുത്രന്മാരും. ഏലി പ്രവാചകൻ്റെ പുസ്തകത്തിന്, ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന ഫസ്റ്റ് അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം. അതായത് ഹന്ന അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഏലി പുരോഹിതൻ കേൾക്കുന്നു. നമുക്ക് ആ ശിലോഹാം ദേവാലയത്തിലുള്ള പിക്ചറല്ല ഞാൻ കാണിക്കുന്നത്. ഒരു പേരിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ആ പുരോഹിതന്മാർ ദുഷ്ടന്മാരും ഹീനക പ്രവൃത്തികളും ചെയ്യുന്ന ആ പുരോഹിതന്മാരായിരുന്നു. ആ പുരോഹിതൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്നതായ ഈ അധ്യായത്തിൽ, അതായത് ജോഷുവയുടെ പുസ്തകത്തിൽ കാണുന്നതായ ഈ ഫിനോഹാസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ ഒരു പുരോഹിതനാണ്. ഈ പുരോഹിതനും കാലേബിനെയുമാണ് ദൈവത്തിൻ്റെ ദാസനായ യോശുവ ആ ദേശം ഉറ്റുനോക്കുവാൻ കാണാമെന്ന്. ഇവർ പോയി വസിച്ചത്, അവിടെ ചെന്ന് ഈ സ്ത്രീയുടെ വീട്ടിലാണ് അവർ താമസിച്ചത്. ഈ രാഹബ് എന്ന് പറയുന്നതായ സ്ത്രീയുടെ വീട്ടിലാണ് അവർ താമസിച്ചത്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. അവരുടെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ ഇങ്ങനെ പുറത്തുനിന്ന് 2 വ്യക്തികൾ രാഹബിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്ന് എന്നറിവ് കിട്ടിയ അവിടുത്തെ രിഹോംവാസികൾ വന്ന് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ 2 പേര് നിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്, അവരെ ഇങ്ങോട്ട് വിട്ടതാ, അവരാണ് ഉള്ളത്. രാഹബ് വളരെ 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 ബുദ്ധിയോടെ സംസാരിച്ചു. അവർ വന്നിരുന്നു, ചോദിച്ചിരുന്നു. പക്ഷേ കവാടം അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവർ പോയി. പക്ഷേ അവരെ മുകളിൽ ഒളിപ്പിച്ചിരുന്നു. അങ്ങനെ അവരുമായി ഒരു സംഭാഷണം നടത്തുന്ന സമയത്ത്, അവരുമായി ഒരു സംഭാഷണത്തിൽ ഈ രാഹബ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നിങ്ങൾ നടത്തുന്നത്. ആ ദൈവം എന്ത് നിശ്ചയിക്കുന്നോ അതെല്ലാം നടത്തും. ഞങ്ങൾക്കറിയാം
ഞങ്ങൾക്കറിയാം ഈ പട്ടണവാസികളെല്ലാം നിങ്ങൾ മുഖാന്തരം ഭയപ്പെട്ട് ഉരുകിപ്പോയിരിക്കുകയാണ്. നിങ്ങൾ ഈ ദേശം കൈവശമാക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഞാനുമായി ഒരു വ്യവസ്ഥ ചെയ്യണം. രാഘവ് പറയാണ്, ഞാൻ നിങ്ങളെ കൈക്കൊണ്ടില്ലേ, നിങ്ങളെ സൂക്ഷിച്ചില്ലേ, അതുപോലെ അവർ നിങ്ങളെ കൈക്കൊണ്ടില്ലേ, സൂക്ഷിച്ചില്ലേ, അതുപോലെ നിങ്ങൾക്കും എന്നോട് ഒരു വ്യവസ്ഥ ചെയ്യണം. നിങ്ങൾ ഈ ദേശം കൈവശമാക്കുമ്പോൾ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണം. എന്നെയും ഓർക്കണമേ, എൻ്റെ കുടുംബത്തെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ കാലേബ് പറയുന്നുണ്ട്, കാലേബും കൂടെ വന്നായ ഈ പുരോഹിതൻ പറഞ്ഞു, നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞങ്ങൾ രക്ഷിക്കും എന്ന് പറഞ്ഞൊരു ചുവപ്പ് നാട ഞങ്ങളെ കടത്തി വിട്ടേക്കുന്ന ഈ ജനാലയുടെ താഴെ ഒരു ചുവപ്പ് നാട നിങ്ങൾ കെട്ടിയിട്ടിരിക്കണം. അവിടെ ഈ റൂമിൽ നിങ്ങൾ നിർഭയമായി ഇവിടെ വസിച്ചുകൊള്ളൂ. ആരും ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ അവരുടെ ചോരയ്ക്ക് ഞങ്ങൾ ഉത്തരവാദിയല്ല. അപ്പോൾ സമയമായി അവരിതാ ദേശം ഈ യെരിഹോ മതിൽ തകർക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇസ്രായേൽ മക്കളെല്ലാം ആ മതിലിന് ചുറ്റിലും അവർ ചുറ്റിടാനുള്ളത് ആർപ്പുവിളികളൊന്നുമില്ല. രഹസ്യമായി ആരും അറിയാതെയാണ്. എന്താണ് ജോഷുവ വളരെ സ്ട്രിക്റ്റായിട്ട് അവരോട് പറഞ്ഞിട്ട്, നിങ്ങൾ ആരും സംസാരിക്കരുത്. നിങ്ങളാരും സംസാരിച്ചാൽ അവർക്ക് നെഗറ്റീവായിട്ട് അവർ ദൈവത്തിന് വിരോധമായിട്ട് അവർ സംസാരിക്കുമെന്ന് കാലേബിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞത്. അവസാനം അവരെല്ലാം 7 വളയം വെച്ചു. ഈ 7ാമത്തെ ദിവസം അവർ കൊമ്പ് ഊതിക്കഴിഞ്ഞപ്പോൾ മതിലുകൾ പൂർണ്ണമായിട്ട് അതിനുള്ളിൽ അവരുടെ ആ കോട്ട മതിലിന് വളയം വെക്കുമ്പോഴാണ് ഇവരെല്ലാം അതിന് വലയം ചെയ്യുമ്പോഴാണ് ഇവരെല്ലാം ആ മുറിക്കകത്ത് വസിക്കുന്നത്. അവർ മുറിക്കകത്ത് വസിക്കുന്നവരുടെ അവരുടെ മാതാപിതാക്കൾ ആരൊക്കെ ആ മുറിയിൽ താമസിച്ചോ അവരെല്ലാവരും രക്ഷപ്പെടും. അവരെല്ലാവരും തിങ്ങിക്കൂടി എവിടെയൊക്കെ താമസിക്കും, എത്ര പേര് അവരുടെ മാതാപിതാക്കൾ, ബന്ധുമത്താദികൾ, അവർക്ക് പരിചയക്കാർ, ആരും എത്ര ആൾക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്തണോ അവരുടെ ബന്ധുക്കളും എല്ലാം ആ റൂമിൽ ആ കോട്ടമതിലുള്ളതായ ആ മുറിക്കകത്ത് അവർ താമസമാക്കി. അവരവിടെ ഒടുങ്ങിയിരിക്കും. അപ്പോൾ അവർക്ക് മുതലിലൂടെ താഴേക്ക് നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ വളയം വെക്കുന്നതായിട്ട് എല്ലാവർക്കും കാണാം. ഇപ്പോൾ കൊമ്പൂതും അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം രാഘവനോട് ചോദിക്കുമെന്ന്, രാഘവേ നമുക്ക് പ്രോബ്ലമൊന്നുമില്ലല്ലോ, കുറച്ച് ആൾക്കാർക്കും രാഘവമ്മ നമുക്ക് പ്രശ്നങ്ങളും പ്രോബ്ലമൊന്നുമില്ലല്ലോ, നമ്മൾ സുരക്ഷിതല്ലേ. കുറച്ച് ആൾക്കാർക്കും അക്കാ നമുക്ക് പ്രശ്നങ്ങളൊന്നും പ്രോബ്ലമൊന്നുമില്ലേ, നമ്മളെല്ലാം സുരക്ഷിതല്ലേ, നമ്മുടെ കോട്ട ഓരോരുത്തരായിട്ടും രാഘവനോട് ഓരോ സംശയങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ രാഘവ് ജനാലിന് താഴെ തൂക്കിട്ടിരിക്കുന്നതായ ചുവപ്പ് നാടയെ നോക്കിയിട്ട് രാഘവ് പറയും, നമുക്കെന്ത് ഭയം, നമ്മൾ സുരക്ഷിതരല്ലേ, അതല്ലേ സംഭവിച്ചതല്ലേ, കോട്ടമതിൽ കംപ്ലീറ്റ് ഇടിച്ച് താഴെ വീണു. പക്ഷേ അവർക്കൊന്നും ഒരു അനർത്ഥവും അവർക്കുണ്ടായില്ല. അവരെ സുരക്ഷിതരായിട്ട് ദൈവം അവരെ സൗഖ്യമാക്കി. അവർക്ക് ദൈവത്തിൻ്റെ കവചം അവർക്കുണ്ടായിരിക്കുന്നത്. നമുക്കെങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു? ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമാണ് അവരെ കാണുന്നത്. ആ നാട എന്ന് കാണുന്നത് രക്തനാട, ചുവപ്പ് നാട, അവൻ്റെ വിലമതിച്ചു കൂടാത്ത രക്തത്തിൻ്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ചൊരിഞ്ഞ രക്തത്തിൽ നോക്കിക്കൊണ്ട് അവൻ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ആ ബലത്തിൽ, ആ ശക്തിയിൽ, ആ വിശ്വാസത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? നമുക്കെന്ത് ഭയം? നമുക്കെന്ത് കുടുംബദാനം ഭയക്കുക? പക്ഷേ പരസ്യമായാലും മഴ പെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലോ കുടുംബത്തിൽ വസിക്കുന്ന കുടുംബദാനം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? മക്കളെ, നമുക്കെന്ത് ഭയം? ഇവിടെ നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നവരല്ലേ, നമുക്കെന്ത് ഭയം? വീട്ടിൽ വസിക്കുന്ന അമ്മച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ, പപ്പ ദൂരം ഉപയോഗിക്കാൻ നമുക്ക് പിടിക്കണം, ഇത് പ്രശ്നങ്ങളും പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് നിൻ്റെ മക്കളോട് പറയാൻ സാധിക്കുമോ? നമുക്കെന്ത് ഭയം? കർത്താവില്ല, അവൻ്റെ വിലമതിച്ചുകൂടാത്ത രക്തം നമുക്ക് വേണ്ടിയാണ് അവൻ ചൊരിഞ്ഞത്. അവൻ്റെ രക്തം, അവൻ നമ്മളെ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം, അവൻ നമ്മുടെ ജ്ഞാനവും നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പുമാണ്. അവൻ വിലമതിച്ചുകൂടാത്ത രക്തം കൊടുത്താണ് അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ രക്തത്തിൽ നമുക്ക് വിശ്വാസമർപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ? നമുക്കെന്ത് ഭയമെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമുക്കിതുപോലെ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേൽ മക്കൾ ഗോശാൻ പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നതായ ആ രാത്രിയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പെസഹ പെരുന്നാളിൻ്റെ ആ രാത്രി എന്ന് വിളിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ അവിടെ വീടുകളിൽ മുഴുവനും ആരവമാണ് കരഞ്ഞ് ആർത്തി നെഞ്ചത്തടിച്ച് കരഞ്ഞവർ ആർപ്പിട്ട് അവർ അലറി വിളിക്കുകയാണ്. അവരുടെ പുത്രന്മാർ ആദിപുത്രന്മാരെല്ലാം അവരുടെ എല്ലാം
പുത്രന്മാരെല്ലാം, എല്ലാ പുത്രന്മാരല്ല, ആദ്യം ജനിക്കുന്ന ആദ്യജാതന്മാരെല്ലാം അവർ മരണപ്പെടുന്നതായ ഓരോന്നോരോന്നായിട്ട് മരണപ്പെടുകയാണ്. അവർ കരഞ്ഞ് ആർത്ത് വിളിക്കുന്ന ഒരു വലിയൊരു ആരവമാണ് മിസ്രൈമിലെല്ലാം കാണുന്നത്. പക്ഷേ മിസ്രൈമിൽ തന്നെ ഗോശാൻ പ്രദേശത്ത് താമസിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് അവിടെ കരച്ചിലുണ്ട്. അവർ സന്തോഷിക്കുന്ന കാര്യം എന്താണ്? ആ രക്തം, ആ കുറിപ്പണിമേൽ ദൈവത്തിൻ്റെ ആ കോലാടിൻ്റെ രക്തം, ആട്ടിൻകുട്ടിയുടെ രക്തം അവരുടെ വാസസ്ഥലത്തിൻ്റെ ആ കുറുമ്പടിമേലും രണ്ട് വശത്തും മൂളും അവരുടെ സംഹാരദൂതൻ കടന്നു വരുമ്പോഴത്തേക്ക് ആ രക്തം കണ്ടിട്ട് കടന്നു പോവുകയാണ് അവരെ രക്ഷിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലമതിച്ചു കൂടാത്ത രക്തമാണ് അവരെ സൗഖ്യമാക്കിയെന്ന്, അവരെ കാത്തു സൂക്ഷിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ അറിവിജ്ഞാനവും നമുക്കൊന്നും ആവശ്യമില്ല. എങ്ങനെയാണ് ആ രാഘവനെ സൂക്ഷിച്ചത്? വിലമതിച്ചു കൂടാത്ത രക്തത്തിൻ്റെ പ്രതീകമാണായിരുന്നു ആ നാട്. അതുപോലെ തന്നെയാണ് ഗോശാൻ പ്രദേശത്ത് താമസിച്ചിരിക്കുന്നതായ ആ സംഹാരദൂതൻ്റെ ആഗമനത്തോടു കൂടി അവരെ കാത്തു സൂക്ഷിച്ച ആ പ്രത്യേക കവചകുണ്ടത്തിലായിരുന്നു അവർ വസിച്ചിരുന്നെന്ന് നമുക്ക് എത്ര വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു. നമുക്ക് വേണ്ടിയ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്കങ്ങനെ ഒരു സുരക്ഷിതമുണ്ടോ? നിൻ്റെ വീട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് നീ എന്ത് വിലയാണ് കൊടുക്കുന്നത്? നമ്മൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ ഈ ലോകത്തിലേക്ക് വന്നു. അവൻ ബലിയാണ്. പാപമില്ലാത്തവനെ നാം ദൈവത്തിൽ നീതിമാനാകേണ്ടത് നമുക്ക് വേണ്ടി അവൻ പാപമാക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനമാണ് നമ്മൾ പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത ആ രക്തത്തിലാണ് അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ കർത്താവിൻ്റെ രക്തവളപ്പിൽ നമ്മൾ വസിക്കുന്നത് എത്ര സുരക്ഷിതമായ ഒരവസ്ഥയാണ്, എത്ര സുരക്ഷിതമായ ഒരു അനുഭവമാണ് നമ്മൾക്കുണ്ടാകുന്നത്. ജീവിതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും നമ്മൾ സത്യമാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണല്ലോ നമുക്കിതെല്ലാം സാധിക്കുന്നത്. ദൈവം നമുക്ക് തന്ന വചനത്തിൽ നമ്മൾ വസിക്കുവാനും നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഉള്ള ജീവിതത്തിൽ നമ്മൾ എങ്ങനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ യഥാർത്ഥമായ സുരക്ഷിതത്തിനും യഥാർത്ഥമായ സന്തോഷത്തിനും യഥാർത്ഥമായ ആരാധനയ്ക്കും നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെക്കുന്നില്ല എങ്കിൽ, അതിനുവേണ്ടി അല്പസമയം നമ്മൾ ചെലവഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ലോകത്തിലെ സന്തോഷവും സമാധാനം? നമ്മുടെ സന്തോഷവും സമാധാനത്തിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അവൻ്റെ സന്തോഷവും സമാധാനവും പൂർണ്ണമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ വസിക്കുക. ഇപ്പോൾ നമുക്ക് വേറൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രാഹബിൻ്റെതായ ആ കോട്ടമതിൽ തകർക്കുക എന്നുള്ളത്. ആ കോട്ടമതിൽ ദൈവത്തിൻ്റെ മക്കൾക്കുള്ള വിജയം കൊടുത്തതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. ജോഷുവ അവിടെ ആ സൈന്യത്തെ എല്ലാം കൊണ്ടുവന്ന് അവൻ 7 പ്രാവശ്യം അതിനെ മതിലിനെ അവർ വലയം ചെയ്തിട്ട് അവർ ജോഷുവ ആ കൊമ്പെടുത്തിട്ട് ജോഷുവ ഊതുന്നത് കാഹളമാണ് ഊതുന്നത്, കാഹളമല്ല ഊതുന്നത്. ജോഷുവ ഊതുന്നത് ഒരു കൊമ്പാണ് ഊതുന്നത്. കുഞ്ഞാടിൻ്റെ കോലാടിൻ്റെ ചെമ്മരിയാടിൻ്റെ കൊമ്പാണ് എടുത്ത് ഊതുന്നത്. ആ ചെമ്മരിയാടിൻ്റെ കൊമ്പാണ് ഊതുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവായ യേശു വിജയം കൊടുക്കുന്നതാണ്. വിജയത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ കൊമ്പിടുന്നത്. എല്ലാ യുദ്ധങ്ങൾക്കും പടകൾക്കുമൊക്കെ അത് കൊമ്പ് ഊതുമ്പോൾ ആ കാഹളം ഊതുമ്പോഴാണ് അവർക്ക് ആ കാഹളം പ്രത്യേക രീതിയിൽ ഊതിക്കഴിയുമ്പോഴത് ഇത് നമുക്ക് സഞ്ചരിക്കാനുള്ളതായ അറിവാണോ നമുക്ക് തരുന്നത്, അതോ പാർക്കുവാനുള്ളതാണോ, പടയ്ക്ക് പോകാനുള്ളതാണോ? അതെല്ലാം ഈ കാഹളം ഊതുമ്പോൾ അതിലെല്ലാം അറിയാൻ സാധിക്കും. പക്ഷേ ഇവിടെ ആ കൊമ്പുന്നത് വിജയത്തിൻ്റെതായ ഒരു കൊമ്പാണ്. ആ കൊമ്പ് ഓതുന്നത് പിച്ചിലയുടെ മറ്റു രോഗങ്ങളുടെ അല്ല, അത് കുഞ്ഞാടിൻ്റെ കൊമ്പാണ് ഊതുന്നത്. കുഞ്ഞാടിൻ്റെ കൊമ്പെന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ പ്രതീകമായിട്ടാണ് അത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആ കൊമ്പ് ഊതുമ്പോഴാണ് അവർക്കെല്ലാം ആ കോട്ടമതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നത്. ചിലപ്പോൾ നമ്മൾ നോക്കി കോട്ടയിൽ എങ്ങനെ കോട്ടയിൽ വസിക്കേണ്ട പറ്റും. ഇപ്പം ചൈനയിലെ വൻമതിൽ എന്ന് പറഞ്ഞത് അത് 10 മീറ്റർ മുതൽ 19 മീറ്റർ വരെ വലിപ്പമുള്ള അതുപോലുള്ള ഇവിടെ അതിൻ്റെ ധാരാളം ആൾക്കാർ ഇവിടെ ആ മതിൽ താമസിക്കാൻ സാധിക്കും. ആ കോട്ടമതിലാണ് അവരുടെ ഈ കനാനിയരുടെ ഒരു രക്ഷാമാർഗം. ആ കോട്ടമതിലിൽ അകത്ത് അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വലിയ വലിയ കല്ലുകൾ ശത്രുക്കളുടെ മേലെ അയക്കുമ്പോൾ അങ്ങനെയാണ് അവരെപ്പോഴും അവർക്ക് വിജയമുണ്ടാകുന്നത്. ആ കോട്ടമതിലാണ് കർത്താവായ യേശു അവർക്ക് തകർത്ത് ദൈവത്തിൻ്റെ സൈന്യം
അതൊരു വലിയൊരു സംഭവമായിട്ട് പരിശുദ്ധ പുസ്തകത്തിൽ ശക്തി, ബലം, ദൈവത്തിൻ്റെ ശക്തി ബലവും നമ്മൾക്ക് കാണുന്നത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഏത് കൊട്ടകളായിക്കോട്ടെ, നമ്മുടെ ആരാധനയിലും നമ്മുടെ സമർപ്പണത്തിലും നമ്മുടെ കർത്താവിനുള്ള ബന്ധത്തിലും നമുക്ക് സർവ്വവിധ കോട്ടകൾ തകർക്കാൻ കാര്യം അവൻ വിജയം വരിച്ചവനാണ്. അവൻ വിജയം വെച്ചിട്ട് ആ വിജയം അവൻ നമുക്ക് തന്നു. ആ വിജയം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും. ഇനി നമുക്ക് വേറൊരു ഒരു സംരക്ഷണം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കർത്താവിൻ്റെ ഇങ്ങനെയാണ് കർത്താവ് ഈ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ സംരക്ഷിച്ചുകൊണ്ട് പോയിരിക്കുന്നതായ ഒരു സംരക്ഷണം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ തൻ്റെ ഗോത്രങ്ങളുമായി 12 ഗോത്രങ്ങളായിട്ടുള്ള ആ 12 ഗോത്രത്തിൽ നിന്നുള്ള ആ ജനങ്ങളല്ലേ ഈ 6 ലക്ഷം വാസ്തവത്തിൽ 6 ലക്ഷം എന്നല്ല, ഏതാണ്ട് 20 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. സമ്മിശ്രമായ ജനങ്ങൾ, അവിടെ നിന്ന് കൂടിയ ആൾക്കാർ, ഇങ്ങനെ കൂടി ഈ ജനങ്ങളെല്ലാം കൊണ്ടുപോയി ഇവരെ 12 ഗോത്രങ്ങളായിട്ടല്ലേ 12 ഗോത്രങ്ങളായിട്ടാണ് അവരെ തിരിച്ചിരിക്കുന്നത്. ഈ 12 ഗോത്രങ്ങളെ എങ്ങനെയാണ് അത് പാറ്റേൺ ചെയ്തിരിക്കുന്നതെന്ന് സംഖ്യാപുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ അതത് സ്ഥാനങ്ങളിൽ വസിച്ചിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സംഖ്യാപുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ നിങ്ങൾ വായിച്ചു നോക്കൂ. ഇതിനകത്തൊന്നും ഒരു പുതുമയല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. അതെങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം എഴുതിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ സൂര്യനെതിരായിട്ട്, അതായത് കിഴക്ക് ഭാഗത്തായിട്ട് സൂര്യൻ അഭിമുഖമായിട്ട് കിഴക്ക് ഭാഗത്തായിട്ടായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നതാണ് 3 ഗോത്രങ്ങളാണ് നമ്മൾ ആവശ്യിക്കുന്നത്. യഹൂദ ഗോത്രം, ഇസഖാർ ഗോത്രം, സുബ്ലീൻ ഗോത്രം. ഇവരാണ് സൂര്യനെതിരായിട്ട് നിൽക്കേണ്ടത്. സൂര്യനെതിരായിട്ട് കിഴക്ക് എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സൂര്യനെതിരായിട്ട് നിൽക്കണം. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എഫ്രൈം ഗോത്രം, മനശ്ശെ ഗോത്രം, ബെന്യാമിൻ ഗോത്രം അവരാണ് പടിഞ്ഞാറ് വശത്ത് നിൽക്കേണ്ടത്. സൂര്യനെതിരായിട്ട് 3 ഗോത്രം, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എഫ്രൈം ഗോത്രം, മനശ്ശെ ഗോത്രം, ബെന്യാമിൻ ഗോത്രം പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. വടക്ക് ഭാഗത്തായിട്ട് ദാൻ ഗോത്രം, അഷൂർ ഗോത്രം, നഫ്തലേം ഗോത്രം വടക്ക് ഭാഗത്തായിട്ടുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് രൂബേൻ, ശിബയോൻ, ഗാഡ്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഭാഗത്തിന് നിങ്ങളിത് കാണുന്നുണ്ട്. ഇതാണ് അവർ പാറ്റേൺ ചെയ്ത് അവർ ക്യാമ്പ് ചെയ്തിരിക്കുന്ന രൂപം ഇങ്ങനെയാണ്. സൂര്യനെതിരായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, തെക്ക് ഭാഗത്തായിട്ട്, വടക്ക് ഭാഗത്തായിട്ട് 3 ഗോത്രങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഇതെന്തിൻ്റെ ആകൃതിയാണ് കാണുന്നത്? നിങ്ങൾക്ക് കാണുന്നത് ഇത് കുരിശിൻ്റെ ആകൃതിയല്ലേ? ഇങ്ങനെ അവർ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർ ശ്രദ്ധിച്ചു നോക്കി. ഇത് കുരിശിൻ്റെ ആകൃതിയിലാണ് അത് ഒരു ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ദൈവത്തിന് കുരിശിൻ്റെ ആകൃതിയിലുള്ള ഇവൻ്റെ നടുഭാഗത്തായിട്ടാണ് ലേവി ഗോത്രത്തെ നടുക്ക് ഭാഗത്തായിട്ട് അതായത് കുരിശിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ കാണാം ലേവി ഗോത്രത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നടുഭാഗത്താണ് ലേവി ഗോത്രം. ലേവി ഗോത്രം എന്നാൽ അവർ പുരോഹിത വർഗമാണ്. അവരാണ് അവർക്ക് പ്രത്യേകമായത്. ലെവി ഗോത്രം എന്തിനാണ് ദൈവം ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടത് ഒരു ജനതയാക്കി? ലെവി ഗോത്രത്തെ എന്തിനാണ് കർത്താവ് പൗരോഹിത്യത്തെ അവർക്ക് കൊടുത്തത്? എന്തിനാണെന്ന് നമുക്ക് പരിശുദ്ധ പുസ്തകത്തിൽ പുറപ്പാട് ലേവി സംഘത്തിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണ് കർത്താവ് ലെവി ഗോത്രത്തെ ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്തത്? അതായത് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോകും ദൈവത്തിൻ്റെ അടുത്തേക്ക് കൽപ്പനകൾ വാങ്ങിക്കാൻ. കൽപ്പനകൾ അവർ എന്തൊക്കെ കൽപ്പനകളാണെന്ന് 10 കൽപ്പനകൾ അവർക്ക് കൊടുത്ത് കർത്താവ് അവരുടെ സാന്നിധ്യത്തിൽ അതെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ആ കൽപ്പനകൾ വാങ്ങിക്കാൻ വേണ്ടി മോശ സീനായ് പർവ്വതത്തിൽ കടന്നു പോകുന്നുണ്ട്. അവിടെ പോയി മോശ 40 ദിവസം അവിടെ കഴിഞ്ഞു. വാസ്തവത്തിൽ നമ്മളെല്ലാവരും ആലോചിക്കുന്നുണ്ട്, മോശ എന്തിനാണ് 40 ദിവസം അവിടെ കഴിഞ്ഞത്? 10 കൽപ്പനകൾ ഒരു എഴുതി തരാൻ വേണ്ടി 40 ദിവസം എന്തിനാണ്? മോശ എഴുതിയ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഈ 5 പുസ്തകങ്ങളും എഴുതിയത് മോശയാണ് എഴുതിയിരിക്കുന്നത്. ഈ 5 പുസ്തകങ്ങൾ എങ്ങനെയാണ് കർത്താവ് ഈ സൃഷ്ടികൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് കർത്താവ് ഈ ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചതും, എങ്ങനെയാണ് നിങ്ങൾ വസിക്കേണ്ടത്, അതിനുള്ള കൽപ്പനകൾ എങ്ങനെയാണ്, അതിനുള്ള പ്രമാണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ആരാധിക്കുകയും നിങ്ങളെ കർത്താവും യഹോവയായിട്ട് നിങ്ങളുടെ വിഗ്രഹാരാധന ഉണ്ടാകാതെയും നിങ്ങളെ തന്നെത്താൻ സൂക്ഷിച്ചും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടതായ രീതികളെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകമായാലും പുറപ്പെടുന്നത് ലേവ്യ ലേവ്യ പുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായിട്ടൊക്കെ അതെല്ലാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി മോശ
പർവ്വതത്തിൻ്റെ മുകളിലേക്ക് 40 ദിവസം കഴിച്ച് മോശ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അവർക്ക് അറിയാൻ വയ്യാതെ അറിയാതെയാണ് അങ്ങനെ ചെയ്തെങ്കിൽ അത് സഹിക്കാം. പക്ഷേ അവരറിഞ്ഞിട്ടല്ലോ കൽപ്പനകൾ എന്താണെന്ന് എഴുതി തരാമെന്ന് അവരോട് ആദ്യമായി അത് കർത്താവായ യഹോവയായ ദൈവം അവരോട് സംസാരിച്ചു. പക്ഷേ ഇറങ്ങി വന്നൊരു കൽപ്പനകൾ ലംഘിച്ച് അവരൊരു കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മോശ ആ കൽപ്പനകൾ എഴുതിയ കൽപ്പനകൾ വലിച്ചെറിഞ്ഞിട്ട് അതിനെ എടുത്ത് അന്ന് അവരെ എല്ലാവരും വളരെ രൂക്ഷമായിട്ടും നിങ്ങൾ എന്തോ ഒരു കഠിനമായ പ്രവർത്തനം ദൈവത്തിന് വിരോധമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ നിങ്ങൾ സാധിച്ചു എന്ന് ചോദിച്ചിട്ട് ആ വിഗ്രഹം എടുത്ത് ചുട്ട് കരച്ചിട്ട് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് അന്നത്തെ ആ സംഭവത്തിൽ 3000 ആൾക്കാരാണ് മരിച്ചത്. ഈ സംഭവത്തിന് ശേഷം മോശയോട് പറഞ്ഞ് യഹോവയുടെ പക്ഷത്തുള്ള എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവിൻ, അല്ലാത്തവരെല്ലാം അപ്പുറത്തേക്ക് പോകാൻ പറയും. യഹോവയുടെ പക്ഷത്തുള്ളവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മോശയുടെ പക്ഷത്തേക്ക് വന്നത് ലേവി കുടുംബം മാത്രമാണ്. മോശയുടെ പക്ഷത്തേക്ക് വന്നത് ലേവി കുടുംബം മാത്രം. ആ ലേവി കുടുംബത്തെയാണ് കർത്താവിൻ്റെ പൗരോഹിത്യം അവരെ ഏൽപ്പിച്ചു കൊടുത്തത്. അവരാണ് ഈ നടുക്ക് അവർ വസിക്കുന്നത്. എന്നാൽ ലേവി കുടുംബത്തിലല്ലാത്തത് അല്ല, ഈ ബാക്കി ലേവി കുടുംബം അല്ലാത്ത ബാക്കിയുള്ളവരെല്ലാവരും മറ്റു ഗോത്രത്തിൽ ഒരു സൈഡിൽ പോയി. പക്ഷേ കാലേബ് പോയില്ല. കാലേബ് ദൈവത്തിൻ്റെ കാലേബ് വേറെ ഒരു ഗോത്രത്തിൽപ്പെട്ടവനാണ്. അയാൾ ലേവി ഗോത്രത്തിൽപ്പെട്ടവരല്ല. എങ്കിലും ആ ഗോത്രത്തിൽ മറുപടി ആ ഗോത്രത്തിൽപ്പെട്ടവൻ ജോഷുവ എന്താണ് പറഞ്ഞത്? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ പത്തിൽ പ്രകാരം അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് അവർ ജീവിച്ചതെന്ന് കാണാൻ സാധിക്കുന്നത്. ദൈവം അവരെ എത്രമാത്രം ആകർഷിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അവരെ ദൈവത്തിൻ്റെ ജനത്തെ ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ ജനതയെ ശപിക്കാനല്ലയോ ബിലെയാം അവിടെ വന്നത്? ദൈവത്തിൻ്റെ ബാലാക്കനായ രാജാവിൻ്റെ മോവാബ് രാജാവായ രാജാവിൻ്റെ കൽപ്പന പ്രകാരം നീ ദൈവത്തിൻ്റെ ദാസനാണോ? ദൈവത്തിൻ്റെ ജീവിതത്തെ ശപിക്കാൻ വേണ്ടി ബാലാക്കിനെ അവിടെ അയക്കുന്നുണ്ട്. ബാലാക്കിനോട് യഹോവയായ ദൈവം പറയുന്നുണ്ട്, നീ അവർ ദൈവത്തിൻ്റെ ജനതയാണ്, നീ അവരെ ശപിക്കാൻ പാടില്ല. ബാലാക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ജനതയെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പരിശുദ്ധമായ കുരിശിൻ്റെ അടയാളത്തിൽ. ബാലാക്ക് അപ്പോൾ ദ്രവ്യാഗ്രഹിയാകിയായിരുന്നു. അത് യഹോവയായ ദൈവം പലപ്പോഴും പറഞ്ഞ് പോകരുത് പറഞ്ഞ് പിന്നെയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ നിരസിക്കാൻ വിധയും ബാലാക്കിനുണ്ടായ അന്ത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ജനതയെ ശപിക്കാനോ അവർക്കെതിരായിട്ടോ ആർക്കും സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനതയെ, ഭയം. നാം എന്തിനു ഭയപ്പെടണം? ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നതാണ്, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഭയത്തെ പുറത്താക്കി. ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കി. യോഹന്നാൻ്റെ ലേഖനത്തിൽ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ യഥാർത്ഥ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിൽ വളരെ പ്രത്യേകപ്പെടുന്ന ഭയം സ്നേഹം. നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകുന്നില്ല. ഭയത്തിൻ്റെതായ ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഭയത്താണ്. നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ നമ്മൾ കഴിയുമ്പോൾ ഭയം നമ്മുടെ ഹൃദയത്തിൽ ആ ഭയത്തെ പുറത്താക്കി കളയുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിന് മാത്രമേ ഭയത്തെ പുറത്താക്കി കർത്താവ് ദൈവത്തിൻ്റെ വചനം ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ യഥാർത്ഥ സ്നേഹം ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ യഥാർത്ഥ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. നമ്മൾ കർത്താവിൽ ഒരു ബന്ധുത്വം കർത്താവുമായി ഒരു പേഴ്സണൽ ബന്ധം നമ്മൾ പുലർത്തുകയെന്നിരിക്കട്ടെ. നമ്മൾ കർത്താവുമായി നമുക്കൊരു നല്ലൊരു കൂട്ടുകാരനുണ്ടെന്നിരിക്കട്ടെ. ആ നല്ലൊരു കൂട്ടുകാരൻ നമ്മളെ സഹായിക്കുകയും നമ്മളെ മനസ്സിലാക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ നമ്മളോട് വളരെ കരുണയുള്ള ഒരു ശക്തനായ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ ആ ശക്തനായ കൂട്ടുകാരൻ ഒരു നിസ്വാർത്ഥനാണ്, സ്നേഹമുള്ളവനാണ്, ഒരു സ്നേഹനിധിയാണ്. ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ ആ കൂട്ടുകാരെ നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കും. നമ്മുടെ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളെല്ലാം പങ്കുവെക്കാനും നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം ദൈവത്തിൻ്റെ സഖിത്വം അവൻ്റെ ശിഷ്യന്മാർക്ക് അനുഭവപ്പെടും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ സഖിത്വം അനുഭവപ്പെടുന്നവൻ അവൻ്റെ സഖി എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ്റെ സഖിത്വം അനുഭവപ്പെടും. ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ അവർക്ക് അവൻ്റെ സഖിത്വം അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. അവൻ്റെ സഖി എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ കൂട്ടുകാരനെക്കാളും കുറച്ചുകൂടെ സഖി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ആ ബന്ധമാണ് കർത്താവ് സഖിത്വം എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ദൈവത്തിന് കർത്താവ് തൻ്റെ സഭയെ സ്നേഹിക്കുന്നതും ഈ സ്നേഹം കർത്താവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാര്യാഭർത്തൃ സ്നേഹത്തിൻ്റെ ആ ആഴത്തിലേക്കാണ്. സഖിത്വം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് വിളിച്ചിരിക്കുന്നത്. അതിന് ആഴമായ ബന്ധം, ആ ബന്ധത്തിൻ്റെ ആഴം. കർത്താവ് സഭയെ സ്നേഹിച്ചെങ്ങനെ കർത്താവ് സഭയെ സ്നേഹിച്ചത് തൻ്റെ 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 മണവാട്ടിയായിട്ടാണ് സ്നേഹിച്ചത്. ആ സഭ കർത്താവിനെ സ്നേഹിച്ചത് സമർപ്പണമാട്ടെ. ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നീ ഭാര്യയോട് പറയുന്നത് നീ നിൻ്റെ ഭർത്താവിന് സബ്മിറ്റ് ആയിരിക്കണം, സറണ്ടർ ആയിരിക്കണം. ഭർത്താവിനോട് സ്നേഹിക്കാനല്ല പറയുന്നത്. ഭർത്താവിനോട് പറയുന്നത് നീ നിൻ്റെ ഭാര്യയെ സ്നേഹിച്ചു കൊള്ളു. ഭാര്യയെ സ്നേഹിക്കണം. ഭർത്താവിനോട് പറയുന്നത് ഭർത്താവിനോട് പറയുന്നത് നിൻ്റെ ഭാര്യയെ നീ സ്നേഹിക്കണം. ഭാര്യയോട് പറയുന്നത് നിൻ്റെ ഭർത്താവിന് നീ സബ്മിറ്റ് ആയിരിക്കണം, സറണ്ടർ ആയിരിക്കണം. അവിടെ യഥാർത്ഥ സ്നേഹം അവിടെയാണ് ആരംഭിക്കുന്നത്. നമുക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാന്ന് സറണ്ടർ ആയിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മൾ സബ്മിറ്റ് ആയിരിക്കണം, സറണ്ടർ ആയിരിക്കണം. അത് നമ്മൾ സറണ്ടർ ആകാൻ അവനേക്കാൾ യോഗ്യനെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മളെ കർത്താവ് ഇപ്പം ഞാൻ നിങ്ങളോട് 3 കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആ കവചം, കർത്താവ് നൽകുന്ന സ്നേഹം കൊടുക്കുന്നതായ കർത്താവ് രാഘവൻ ആ മന്ദിര കാര്യവും ആ വിലമതിച്ച് കൂടാത്ത കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവരെ കാത്തു സൂക്ഷിക്കുന്നതും കർത്താവ് വിലമതിച്ച് കൊടുത്ത കുരിശ് എങ്ങനെയാണ് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതും 3 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഈ വചനം നിങ്ങൾക്കുണ്ട്. ഞാനത് പങ്കുവെക്കുന്നത് നമുക്ക് നൽകുന്ന നമുക്ക് സുരക്ഷിതം തരാൻ നമ്മുടെ കർത്താവ് എത്ര ബദ്ധശ്രദ്ധനാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസനായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് വലിയ 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 സമർപ്പണമെന്ന് വെച്ചാൽ നമുക്ക് കർത്താവിനെ സമർപ്പിക്കാൻ നമുക്കൊരു ഹൃദയമുണ്ടായാൽ മാത്രം മതി. അതിനുവേണ്ടി കർത്താവെ നിന്നെ സ്നേഹിക്കാൻ ഒരു ഹൃദയം എനിക്ക് താ കർത്താവെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് സ്നേഹിക്കുമ്പോൾ അവനതെല്ലാം നമുക്ക് വരും. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കും. സ്നേഹവാനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ നാഥ, നിന്നിൽ വസിക്കുവാനും നിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് കർത്താവെ നിന്നിൽ വസിക്കുവാനും ഒരു ഹൃദയം ഞങ്ങൾക്ക് താ കർത്താവെ. ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം പറയുന്നത് കർത്താവെ നിന്നെ സ്നേഹിക്കുവാനൊരു ഹൃദയം ഞങ്ങൾക്ക് താ കർത്താവെ. കർത്താവെ ഈ ഭൗതിക ലോകത്തിലെ സ്ഥാനവും മാനവും പ്രതാപവും ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. അത് പുല്ലുപോലെ കിളിക്കും, അതിൻ്റെ സ്ഥാനം പിന്നെ കാണുന്നതുമില്ലാണ്. ഈ ലോകത്തിൽ എത്ര പ്രഗത്ഭന്മാരും എത്ര ആൾക്കാരും പ്രഗത്ഭരായ ആൾക്കാർ ജീവിച്ചു, അവരുടെയൊക്കെ പേര് പോലും നമ്മൾ അറിയുന്നില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന നമുക്കൊരു നിത്യജീവൻ തരുന്നൊരു കർത്താവ് നമുക്കുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കർത്താവ് ആ നിത്യജന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി നമുക്കറിയാം. അതിനുവേണ്ടി കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.